വൈത്തിരി എന്ന് പറയുന്ന ഒരു കുന്നിൻ മുകളിലെ കലാലയത്തിൽ എന്നെ പോലുള്ള ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ JS സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുകയും ആ ക്യാമ്പസിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാനും SFIയുടെ യൂണിയൻ ഭാരവാഹികളും അടക്കുന്ന നിങ്ങളുടെ കൂട്ടം താനടങ്ങുന്ന നിങ്ങളുടെ കൂട്ടം കൊല ചെയ്ത് കെട്ടിത്തൂക്കുന്ന സാഹചര്യത്തിൽ എത്തിക്കുന്ന സാഹചര്യത്തിലുണ്ടായപ്പോൾ അതിനെതിരെ ഒരു ചിറവിരൽ പോലും അനക്കാതെ 10ാമത്തെ ദിവസം കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമാർന്ന പ്രതിഷേധത്തെ തുടർന്ന് 10ാം പ്രതിയെ പേരിന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷ സംഘടനയെ വിദ്യാർത്ഥികളായ യുവാക്കളായ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? താനൊക്കെ ഞങ്ങളെ നാളെ കൊല്ലില്ലാന്ന് എന്തുറപ്പാണ് ഈ കണ്ണൂരിന്റെ സാഹചര്യത്തിൽ പറയാനുള്ളത്? നടന്ന സംഭവം അങ്ങേയറ്റം അപലപനീയമാണ്, നിർഭാഗ്യകരമാണ്. അതിലെ കുറ്റവാളികൾ ആര് തന്നെയാണെങ്കിലും അതികഠിനമായിട്ടുള്ള ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടതും ആണ്. അത് 1-2 SFIക്കാർ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അതിലെ 1ാം പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരന്റെ മകനായിട്ടുള്ള സിജോ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും അത് ലഭിക്കേണ്ടതാണ്. എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തെ, എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഞങ്ങൾ പറയാം. കഴിഞ്ഞ 54 വർഷത്തിനിടയിൽ 12 SFIക്കാരെ ഇതേ KSUവും കോൺഗ്രസ്സുകാരും കുത്തി കൊലപ്പെടുത്തിയിട്ടും ഒരാളുടെ പോലും ജീവന് വരാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്നുള്ളത്. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് തന്നെ ജീവിക്കാം. ജീവൻ എടുക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. ധീരജിന്റെ നാട്, കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ധീരജിന്റെ നാട്. ഇരന്നു വാങ്ങിയ കൊലപാതകം എന്നല്ലേ പ്രിയപ്പെട്ടവരെ ഇവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്? ഇരന്നു വാങ്ങിയ കൊലപാതകം എന്നല്ലേ? 19 വയസ്സുകാരനെ കടാര കുത്തി കൊന്നവനെ നേതാവാക്കി കൊണ്ട് നടക്കുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?